അത് വിടവരുത്തിയല്ലോ, അതിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ അല്പനേരം കൂടെ നമുക്ക് വചനത്തിൽ കൂടി വെളിപ്പെട്ട് വരട്ടെ. അതിനായി നിങ്ങൾ ആഗ്രഹത്തോടും താല്പര്യത്തോടും ഇരിക്കുക. ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹമുള്ളപ്പോൾ ദൈവവചനം നിശ്ചയമായിട്ടും പ്രസംഗിക്കുന്നവർക്ക് അത് ഉരുത്തിരിഞ്ഞു വരും. പ്രിപ്പറേഷൻ എന്നൊരു കാര്യമുണ്ട്, അതൊരു 50% ആകുന്നുള്ളൂ. ദൈവാത്മാവ് ഇടപെടാതെ ഒരു കാര്യവും പ്രസംഗിച്ചിട്ട് കാര്യവുമില്ല. അപ്പോൾ തന്നെ ദൈവവചനം കേൾക്കാനുള്ള ആ ആഗ്രഹം പോലെ തന്നെ അത് ജീവിതത്തിൽ നടന്നു കാണുവാനുള്ള ആഗ്രഹത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ ആ ദൈവവചനം അധികമായി നിങ്ങളുടെ മേൽ പവർഫുള്ളായി വരുന്നത് കാണുവാനിട വരും. പ്രൈസ് ഗാഡ്. ഇവിടെ വീക്ക്ലി വിസ്ഡം എന്ന് പറഞ്ഞ ഒരു പരിപാടി നമ്മുടെ ദേവദാസിമാർ ചെയ്യാറുണ്ട്. വീക്ക്ലി വിസ്ഡത്തിലേക്ക് നിങ്ങൾക്കും പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. പണ്ട് നമ്മൾ ച്യൂത കഡ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ചുരുക്ക സംക്ഷിപ്ത രൂപമാണ്. എന്താണ് നിങ്ങൾ കേട്ടത്? ആ കേട്ടതിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തത് എന്താണ്? നിങ്ങൾക്ക് ഡിഫറായി തോന്നിയത് എന്താണ്? അത് പോയിൻ്റ് ഔട്ട് ചെയ്യുക. അത് പിന്നെയും ധ്യാനിക്കുവാനായി അതിനെ ആഴ്ചയിൽ എടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും വൺ ടൈം റീഡിങ്ങിൽ പല പുസ്തകങ്ങൾ നമുക്ക് മനസ്സിലാകാത്തതുപോലെ, വൺ ടൈം വ്യൂവിങ്ങിൽ പലതും മനസ്സിലാകാത്തതുപോലെ സീരിയസ് ആയി പല കാര്യങ്ങളും പറയുന്നതിനാൽ നിങ്ങൾ വീണ്ടും പോയി ഒന്ന് കേൾക്കുക എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ തുടർന്ന് കേൾക്കുവാനായിട്ട് നിങ്ങളെ തയ്യാറാകുക. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം അല്പാൽപമായിട്ടോ അല്ലെങ്കിൽ ഒന്നുകൂടെ റീപ്ലേ ചെയ്ത് നമ്മുടെ വീഡിയോസ് കാണുക. വീഡിയോസ് കാണുന്ന ലൈവ് സ്ട്രീമിലായിരിക്കുന്ന എല്ലാവരോടും പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം അത് എൻകറേജ്മെൻറ്റായി എന്ന് തോന്നുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ എൻകറേജ്മെൻറ്റായി അത് ഷെയർ ചെയ്യുക. നിങ്ങൾക്കറിയാം, പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവിക പദ്ധതി. അത്രത്തോളം വലുപ്പമുള്ളല്ലോ ഒന്നും. എന്നാൽ PG വർഗീസ് എന്ന് പറയുന്ന ദൈവഭൃത്യൻ പറഞ്ഞാണ് ഞാൻ കേട്ടത്, പോകാൻ നിങ്ങൾ കഴിയുന്നില്ലെങ്കിൽ അയക്കുക. കാരണം യുദ്ധം ചെയ്യുവാൻ പോകുന്നവരുടെയും യുദ്ധം ചെയ്യുവാൻ പോകുന്നവരുടെ സാമാനങ്ങൾ സൂക്ഷിക്കുന്നവർക്കും തുല്യ പങ്ക് എന്നതിനാൽ അയക്കുന്നവർക്കും അതിൻ്റെ പ്രതിഫലമുണ്ട്. സോ പോകുക, അയക്കുക. പോകുക, അയക്കുക മാത്രമല്ല, ഇന്നത്തെ കാലത്ത് നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാം. നമ്മൾ പണ്ട് ഒരു പുസ്തകം, ഏത് പുസ്തകം വാങ്ങിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ, നല്ല പുസ്തകങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞ് ചിലത് നമ്മൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്തതുപോലെ, സോഷ്യൽ മീഡിയ നമ്മുടെ വീഡിയോസ്, ഓഡിയോസ്, റൈറ്റിങ്സ് ഒക്കെ ഉള്ള ഒരു മീഡിയ ആണ്. അത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും പോകുന്നതിൻ്റെ ഗുണമില്ല, അയക്കുന്നതിൻ്റെ ഗുണവുമില്ലെങ്കിലും നിങ്ങൾ സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണ്. അതുകൊണ്ട് ദയവായി അടുത്ത ദിവസങ്ങളത് ചെയ്യണം. നിങ്ങൾ പലരും ചെയ്യുന്നില്ലത് കൊണ്ടാണ്. കാരണം ഐ ക്യാൻ സീ ഹു ഹാസ് ഷെയർഡ്. അത് നോക്കുമ്പോൾ നിങ്ങളുടെ പേരില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ദുഃഖമുണ്ട്. പേഴ്സണലി പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമാണ്. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. ചിലർ പെട്ടെന്ന് ഡിഫറാവും. എനിക്കത് ഇഷ്ടമല്ല പാസ്റ്റർ, എനിക്ക് ഇതാണ് ഇഷ്ടം. ഓക്കെ, നീ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് കാണുന്നില്ലല്ലോ. ആമേൻ, പ്രൈസ് ഗോഡ്. എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചെയ്യാതൊരിക്കലും ഒരു കാര്യവും സംഭവിക്കുകയില്ല. ആമേൻ. 90 വർഷമായി ഡോക്ടറിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന, വൈദ്യൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ആളെയും ഇംഗ്ലീഷിൽ ഈസ് എ പ്രാക്ടീഷണർ എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വലിയ പിടിയൊന്നുമില്ല, ഉള്ളത് അറിയുന്നതൊക്കെ പുള്ളി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രോഗികളുടെ മേൽ എന്നാണ് അർത്ഥമാക്കുന്നത്. അതാണ് എൻ്റെ വാസ്തവം. അപ്പോൾ ഫോർ ദ ലാസ്റ്റ് 90 years ഹി വാസ് പ്രാക്ടീസിങ്. ഈ സ്റ്റിൽ നോട്ട് എ ഡോക്ടർ എന്നുള്ളതാണ് പുള്ളി തന്നെ പറയുന്നത്. കാരണം ഇനിയും തെറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു പ്രാവശ്യം തെറ്റിയെന്നത് കൊണ്ടോ, ഒരു പ്രാവശ്യം വീണത് കൊണ്ടോ, ഒരു പ്രാവശ്യം പരാജയപ്പെടുന്നത് കൊണ്ടോ പ്രാക്ടീസ് അയാൾ നിർത്തുന്നില്ല. ലൈഫ് ലോങ് ഈസ് പ്രാക്ടീസിങ് എന്നതുപോലെ ഒരു സുവിശേഷകൻ ഒരാളോട് സുവിശേഷം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം അപ്പോൾ തന്നെ ദൈവത്തെ സ്വീകരിക്കണമെന്നൊരിക്കലും നിർബന്ധം സാക്ഷ്യമെടുക്കരുത്. എൻ്റെ അടുത്തൊക്കെ എത്രയോ 100 കണക്കിന് ആളുകൾ വന്നു, എല്ലാവരെയും പരിഹസിച്ചും നിന്ദിച്ചുമൊക്കെ പറഞ്ഞു വിട്ട ഒരാളാണ് ഞാൻ. സോ ഐ നോ ഇറ്റ്സ് ഫോർ ഷുവർ ഒരു പ്രാവശ്യത്തെ സുവിശേഷീകരണം കൊണ്ടൊന്നും ആരും രക്ഷിക്കപ്പെടത്തില്ല. അങ്ങനെ രക്ഷിക്കപ്പെട്ടാൽ ഗ്ലോറി, അതിലേക്ക് നമ്മൾ വരട്ടെ. പക്ഷേ തുടർമാനമായി ലജ്ജ കൂടാതെ ചെയ്യുമ്പോഴാണത് സംഭവിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം, അതിൻ്റെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാൻ 4:34 മുതൽ. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു.
വിതയ്ക്കുന്നതൊരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ല് ഇതിലൊത്തിരിക്കുന്നു. സുവിശേഷീകരണത്തെ ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യാനൊക്കാത്തൊരു വചനമാണ്. ഈ വചനത്തിന് മുമ്പിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സുവിശേഷീകരണം ചെയ്യാതെ മുന്നോട്ട് പോകത്തില്ല. സുവിശേഷീകരണം സുവിശേഷകന്മാർക്കുള്ളതല്ല, എല്ലാ ദൈവമക്കൾക്കുള്ളതാണ്. ആമേൻ. ഒരു നല്ല ആമേനൊക്കെ പറ. കാരണം നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ മെരുക്കിയെടുക്കണം. നിങ്ങളുടെ മനസ്സ് പറയും അതൊന്നും നമ്മൾക്കുള്ളതല്ല, ചിലർക്ക് മാത്രമുള്ളത്. അങ്ങനെയല്ല. കർത്താവ് നിങ്ങളെ അപ്പോസ്തലനാകാൻ അല്ല വാസ്തവത്തിൽ, അല്പം കൂടെ ലയിപ്പിച്ച് അല്പം കൂടെ വെള്ളം ചേർത്ത് പറയാം, അപ്പോസ്തലനാകാൻ മാത്രമല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. ദൈവം നിങ്ങളെ വിളിച്ചത് മകനാകാനാണ്. ആമേൻ. അപ്പോസ്തലനും പ്രവാചകനും സുവിശേഷകനും ഇടയനും ഉപദേഷ്ടാവുമല്ല ഒരു ഔദ്യോഗിക പദവികളാണ്. അതിനേക്കാൾ ഉയർന്ന പദവിയാണ് വീട്ടിലെ മകൻ. ഹല്ലേലൂയ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതാണ് സുവിശേഷീകരണം, അതാണ് സുവിശേഷം. അതിൻ്റെ അടുത്ത് എന്തുവാ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അപ്പോസ്തലനാകുവാൻ അവൻ അവകാശം കൊടുത്തു എന്നാണ്. അല്ല. സുവിശേഷകനാകാൻ നോ 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 നോ. ട്രാക്റ്റ് കൊടുക്കുന്നവനാകാൻ നോ നോ നോ. പ്രവാചകനാകാൻ, ഇടയനാകാൻ, ഉപദേഷ്ടാവ് നോ. അതെല്ലാം ഔദ്യോഗിക പദവികൾ മാത്രമാണ്. അതിനേക്കാൾ ഉയർന്ന പദവിയാണ് മകനാകാൻ അവൻ അധികാരം കൊടുത്തു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം ഞാൻ സുവിശേഷകനല്ല പാസ്റ്റർ, എനിക്ക് സുവിശേഷകൻ്റെ കോളില്ല, അതുകൊണ്ടാണ് ഞാൻ ട്രാക്റ്റ് കൊടുക്കാൻ നിൽക്കുന്നത്. നോ, നീ മകനാണെങ്കിൽ അപ്പനെ കുറിച്ച് പറഞ്ഞിരിക്കണം. അപ്പൻ്റെ എസ്റ്റേറ്റ് വേണം, അപ്പൻ്റെ അവകാശം വേണം, അപ്പൻ്റെ ഇൻഹെറിറ്റൻസ് വേണം, അപ്പൻ്റെ ഉത്തരവാദിത്തം വേണ്ടായോ? ഹല്ലേലൂയ. സ്തോത്രം. ചിലർ ഈ ഡബിൾ പോർഷൻ എന്ന് പറയുന്നൊരു ദൂതുണ്ട്, ഇരട്ടിപ്പങ്ക്. ഇരട്ടിപ്പങ്കിൻ്റെ ദൂത് പറയുമ്പോൾ ഇങ്ങനെ കേൾവിക്കാരെ കൊതിപ്പിക്കുന്ന ദൈവദാസന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അപ്പനോളം വലിപ്പമുള്ള സ്ഥാനമാണ്, അപ്പന് പകരമാണ്, അപ്പനിരുന്ന് ചാരുകസിൽ ഇരിക്കേണ്ട സീറ്റാണ്, അപ്പൻ്റെ അവകാശം കൂടെ കൊടുക്കുന്ന മകനാണ് ഇരട്ടിപ്പങ്ക് പ്രാപിച്ച മകൻ, അപ്പൻ്റെ ഹൃദയത്തിൻ്റെ അവകാശമാണെന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കാറുണ്ട്. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഇരട്ടിപ്പങ്ക് വാങ്ങുവാൻ യോഗ്യനായ മകൻ 16-18 വയസ്സുള്ളപ്പോൾ തന്നെ അവൻ മൂത്തവനാകട്ടെ ഇളവനാകട്ടെ നടുക്ക് ജനിച്ചവനാകട്ടെ അപ്പൻ്റെ ഹൃദയം അറിഞ്ഞ് അപ്പൻ്റെ ഉത്തരവാദിത്തം ചെയ്യുമ്പോഴാ ഇരട്ടിപ്പങ്കിന് യോഗ്യനാകുന്നത്. അതാരും പറയാറില്ല. എന്താണ് അപ്പൻ്റെ ഉത്തരവാദിത്തം? പെൺകുട്ടികളെ കെട്ടിച്ചയക്കുക. ഇന്നത്തെ കാലത്ത് ഇന്നത് വലിയ ഭാരമാണ്. കാരണം എന്താ? സ്ത്രീ ധനം ഇല്ലെന്നാ പറയുന്നെങ്കിലും സ്ത്രീധനം കൊടുക്കാതെ ഒരു പെണ്ണും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല. ഗ്ലോറി. ഈ ചെറുക്കൻ പറയാം എനിക്ക് സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞാലും അവൾ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് ആകാശില്ല ഇറങ്ങി പോകത്തില്ല. ഇനി സ്ത്രീധനം വേണ്ടാന്ന് പറയുന്നവൻ്റെ അകത്തിരിക്കുന്നത് എന്തുവാ? നിങ്ങളുടെ മോക്ക് എന്തെങ്കിലും കൊടുക്കുമല്ലോ, അതിങ്ങനെ എന്നാൽ മതി. അത് ഇവൻ ചോദിക്കുന്നതിനേക്കാൾ വല്ലതെന്ന് അറിയാൻ പുള്ളിക്ക്. എല്ലാം കള്ളന്മാരും കളികളുമാണ്. സ്തോത്രം. എന്നാൽ അന്തക്കാലത്ത് അങ്ങനെയല്ല. അപ്പന് പെണ്ണിനെ കെട്ടിക്കുന്ന ഒരു പ്രശ്നമില്ല. എന്താ കാര്യം? ചെറുക്കം കൊണ്ടൊന്ന് മറിച്ചിടുമ്പോഴാണ് ആ പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്. ചെറുക്കനാ സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കുന്നത്. ഗ്ലോറി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ ആയിരുന്നേ ഇവിടെ കല്യാണം കഴിച്ചോണ്ടെല്ലാം ഗതി പോക്കായിരുന്നേ. അല്ലേ? ഗ്ലോറി. കൊച്ചിൻ്റെ കയ്യിലെ എന്താ പറയുക ബാംഗിൾസും മാലയെല്ലാം കണ്ടപ്പോഴാണ് ലാഭാൻ ചോദിക്കുന്നത്, ഇതെന്തോ സംഭവം എന്തോ ആരെയും വന്നേ, ഏത് രാജകുമാരനെ വന്നേ? കാരണം സ്വർണ്ണം ഇങ്ങനെ തിളങ്ങുക. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം അപ്പന് പെണ്ണിനെ കെട്ടിക്കുന്ന ഒരു വിഷയമേ അല്ല. പെണ്ണെന്ന് പറഞ്ഞാൽ ധനമാണ്. ഗ്ലോറി. എന്നാൽ ആൺപിള്ളേരെ കെട്ടിക്കുന്ന ഒരു പ്രയാസം തന്നെയാണ്. സ്തോത്രം. കാശ് അങ്ങോട്ട് കൊടുത്താലേ പറ്റും. അപ്പോൾ ആ ജോലി അപ്പൻ്റെ ഇരട്ടിപ്പങ്ക് യോഗ്യനായ മകനാണ് ചെയ്യേണ്ടത്. അവനാണ് അതിന് അധ്വാനിക്കേണ്ടത്, അവനാണ് അതിന് കൃഷി ഇറക്കേണ്ടത്, അവനാണ് മത്സ്യകൃഷിയോ ആട് കൃഷിയോ പശു കൃഷിയോ ഒക്കെ ചെയ്യേണ്ടത്, അവനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അപ്പൻ ഒരു മകനെ വിവാഹം കഴിപ്പിക്കുന്ന പോലെ തൻ്റെ അനിയന്മാരെ താൻ വിവാഹം കഴിപ്പിക്കണം. വീടിൻ്റെ മുഴുവൻ കന്നുകാലികളുടെയും ആടുകളുടെയും വീടിൻ്റെ മുഴുവൻ ദാസന്മാരുടെയും ദാസിമാരുടെയും അനിയന്മാരുടെയും അനീത്യമാരുടെയും ഉത്തരവാദിത്തമായി ഇരട്ടിപ്പങ്കിന് യോഗ്യനായവന്. ഹല്ലേലൂയ.
ഗ്ലോറി 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 എന്നതുപോലെ അപ്പോസ്തലനാകാൻ ആളുകൾക്ക് ഇഷ്ടമാ, ഇടയനാകാൻ ഇഷ്ടമാ, പ്രവാചകനാകാൻ ഇഷ്ടമാ, ഉപദേഷ്ടാവാകാൻ ഇഷ്ടമാ, സുവിശേഷകനാകാനും ചിലർക്ക് ഇഷ്ടമാ. എന്നാൽ മകനാകാൻ ഇഷ്ടമല്ല. എന്താ കാര്യം? മുഴുവൻ അപ്പൻ്റെ ഉത്തരവാദിത്വം മകനാ. സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. ചില വീട്ടിലൊക്കെ ദാസനേക്കാളും വഴക്ക് കിട്ടുന്ന മോനാ. സ്തോത്രം സ്തോത്രം, ഗ്ലോറി. ദാസൻ 9 മണിക്ക് കയറിയാൽ മതി, 5 മണിക്ക് ഇറങ്ങാം. മകൻ 24/7 ആ ജോലിയിലായിരിക്കും. എന്താ കാര്യം? അവനതിൻ്റെ അവകാശിയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ അപ്പൻ്റെ ഹൃദയം ഒന്ന് മനസ്സിലാക്കിക്കേ, അപ്പൻ്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കേ. യേശു പറയുക, നിങ്ങൾ പറയുന്നു 4 മാസം കഴിഞ്ഞാൽ കൊയ്ത്തെന്ന്, ദാസന്മാർ. പക്ഷെ മകൻ പറയുന്നു എപ്പോൾ തല ഉയർത്തി നോക്കിയാലും കൊയ്ത്തിന് വളഞ്ഞിരിക്കുക, വളഞ്ഞു കിടക്കുക. വ്യത്യാസം മനസ്സിലായോ? അപ്പോസ്തലനായി നോക്കിയാൽ ചിലതൊന്നും കണ്ണി കാണത്തില്ല. എന്നാൽ മകനായി നോക്കിയാൽ നശിച്ചു പോകുന്ന ആത്മാക്കളെ കാണുമ്പോൾ, കർത്താവേ കൊയ്ത്ത് നഷ്ടപ്പെടുകയാണോ, ആ കൊയ്ത്ത് നഷ്ടപ്പെടുകയാണോ എന്നുള്ള വലിയ ബോധ്യത്താൽ, ആത്മഭാരത്താൽ നീ നിറയും. നിനക്ക് സുവിശേഷം, ദൈവസ്നേഹം പറയാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ലണ്ടനിലായതുകൊണ്ട് കൊയ്ത്തില്ല എന്നുണ്ടോ? ലണ്ടനിലായതുകൊണ്ട് ദൈവം ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിയെന്നുണ്ടോ? സ്തോത്രം സ്തോത്രം. നാട്ടിലായിരുന്നു വലിയ തീഷ്ണതയായിരുന്നു. ലണ്ടനിൽ വന്ന ശേഷം ലണ്ടനിൽ തണുപ്പ് വ്യാപരിച്ചു. നോ, ഒരു ശൈത്യവും നിന്നെ വ്യാപരിപ്പാൻ പാടില്ല. കാരണം കൊയ്ത്ത് ഇത് നിൻ്റേതല്ല, ഇത് എൻ്റേതല്ല, നമ്മുടേതല്ല, ദൈവത്തിൻ്റെ കൊയ്ത്താണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇംഗ്ലീഷ് സർവീസിൽ കുറച്ച് പേരെങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ദൈവത്തിൻ്റെ പുത്രന്മാർ ഭൂമിയിൽ ഇറങ്ങി മനുഷ്യപുത്രന്മാരാകുവാൻ, തങ്ങളുടെ സന്തതികൾ മനുഷ്യപുത്രന്മാരാകുവാൻ ആഗ്രഹിച്ചു. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഏത്? ദൈവത്തിൻ്റെ മനുഷ്യപുത്രനാകണം എന്നുള്ളത്, ഇൻകാർണേഷൻ. ജഡത്തിൽ ദൈവപുത്രൻ വെളിപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. എന്നാൽ അത് ദൈവസമയത്തിന് മുമ്പ് ദൈവത്തിൻ്റെ നീതിക്ക് വിരോധമായി, ദൈവ ഇഷ്ടത്തിന് വിരോധമായി നടപ്പിലാക്കാനാണ് ദൈവദൂതന്മാർ, വീണുപോയവർ ശ്രമിച്ചത്, ദൈവപുത്രന്മാർ ശ്രമിച്ചത്. എന്നാൽ യേശു തക്ക സമയത്ത് മനുഷ്യപുത്രനായി താൻ തൻ്റെ മനുഷ്യപുത്രൻ എന്നുള്ള ഇൻകാർണേഷൻ ദൗത്യം പൂർത്തീകരിച്ചു. താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞ വാക്കാ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. വിശന്നിരുന്നതിനാൽ ശിഷ്യന്മാരെ അപ്പം കൊള്ളാനായിട്ട് ശമരിയ പട്ടണത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. അവർ അപ്പം വാങ്ങി മടങ്ങി വരുമ്പോൾ യേശു ഒന്നും കഴിച്ചതായിട്ട് തോന്നുന്നില്ല. പക്ഷേ യേശുവിന് വിശക്കുന്നില്ല, യേശു വിശക്കുന്നതായി ഭാവിക്കുന്നില്ല. ഒരു സ്ത്രീയോട് സംസാരിക്കുകയാണ്. അവർ ആശ്ചര്യപ്പെട്ടു, എങ്കിലും ആരും ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് അവൾ പോയി കഴിഞ്ഞപ്പോൾ യേശുവിനെ കഴിപ്പാൻ ക്ഷണിച്ചു. യേശു പറഞ്ഞു, ഞാൻ വേറെ ആഹാരം കഴിച്ചു കഴിഞ്ഞു, അല്ലേ? അതിൻ്റെ 34 തൊട്ടല്ലേ? ഒന്ന് വായിച്ചേ, അല്പം മേളിൽ നിന്ന് വായിച്ചേ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ് നമ്മൾ. അതിൻ്റെ 34-35 എവിടുന്ന് ആ പാരഗ്രാഫ് തുടങ്ങുന്നത്? അവിടെ നിന്ന് വായിച്ചേ. മൈക്കിൽ കൂടെ ഒന്ന് വായിച്ചോട്ടെ. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി. അതിന്റെ മുന്നത്തെ വാക്യം വായിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കാണും. അവന്റെ ശിഷ്യന്മാർ വന്ന്, ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ ആഹാരവുമായി വന്നു. പൊറോട്ടയും ഇറച്ചിക്കറിയുമായിട്ട് വന്നു. നമ്മുടെ ഭാഷ പറഞ്ഞ അവൻ സ്ത്രീയോട് സംസാരിക്കുകയാൽ, അവരൊരു സമരിയ സ്ത്രീയോട് സംസാരിക്കുകയാൽ ആശ്ചര്യപ്പെട്ടു. നീ എന്ത് ചോദിക്കുന്നു, അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. ആരും അവനെ ചോദിച്ചില്ല, കാരണം ചോദിപ്പാൻ അവർ മടിച്ചു, ഭയപ്പെട്ടു. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുക. കർത്താവിന്റെ സ്നേഹത്തിന്റെ ആധിക്യം നോക്കണം. അതായത് പിതാവാം ദൈവത്തിന്റെ സ്നേഹം യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് പങ്കിട്ടപ്പോൾ ഇവൾ എന്തിനാണോ വന്നത് അതുപോലെ മറന്നുപോയി. വെള്ളം കോരാൻ വന്ന വീഡിയോ. അവൾ തിരിച്ച് വീട്ടിലോട്ടല്ല പോയത്, കാരണം തൊട്ടി അവിടെ വെച്ചിട്ടാണ് പോയത്, കുടം അവിടെ വെച്ചിട്ടാണ് പോയത്. അതിൻ്റെ അർത്ഥം തിരിച്ച് വീട്ടിലോട്ടല്ല പോയത്. അവൾ അവളുടെ ദാഹം മറന്നു, അവളുടെ വിശപ്പ് മറന്നു, അവൾക്ക് നട്ടുച്ചയ്ക്ക് കോരാൻ ഒക്കത്തുള്ളൂ എന്നത് മറന്നു. അവൾ കുടവും കൂടി വെച്ചിട്ട് ദൈവസ്നേഹത്തിൽ ഓടുക ശമര്യക്കാരെ വിളിക്കാൻ. ആമേൻ.
ഇത് ശമര്യക്കാരി സ്ത്രീക്ക് മാത്രമേ ഭവിക്കാവോ? നമുക്ക് ഭവിച്ചുകൂടായോ? വാട്ട്സ് ഹാപ്പനിങ് ഇൻ അസ്? നമ്മൾ പരിശുദ്ധാത്മാവിനല്ലേ പ്രാപിച്ചത്? നമ്മൾ ദൈവവചനമല്ലേ കേട്ടത്? നമ്മളോട് യേശു കർത്താവല്ലേ ഇടപെട്ടത്? നമ്മൾ അഭിഷിക്തരല്ലേ? എന്തുകൊണ്ടാണ് നമുക്ക് ഈ ചൈതന്യമില്ലാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് ഈ മനസ്സിൽ ചേതോ വികാരമില്ലാത്തത്? വായിച്ചേ. പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്നവൻ പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അപ്പൊ ഈ ഗ്യാപ്പിനിടയിൽ അവരെ പുറത്തേക്ക് വിളമ്പി, റബ്ബി പ്ലീസ് കം എന്ന് പറഞ്ഞു. അതിന് അവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിക്കുവാൻ എനിക്കുണ്ട് എന്ന് അവരോട് പറഞ്ഞു. നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിപ്പാനായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശപ്പിനെ യേശു കർത്താവ് ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. ഇത് യേശു കർത്താവ് പലവട്ടം ചെയ്തിട്ടുള്ളതാണ്. 40 ദിവസം കഴിഞ്ഞില്ലേ? നിനക്ക് വിശക്കുന്നില്ലേ? 40 ദിവസത്തെ ഉപവാസം കംപ്ലീറ്റ് അല്ലായിരുന്നോ? ഇനി നിനക്ക് കഴിച്ചുകൂടായോ? നിനക്ക് കഴിക്കണേ, ഇവിടെ ഇനി അവിടം വരെ പോകണ്ടായോ? കാരണം യേശു കർത്താവ് പരീക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന മലയിൽ ഞങ്ങൾ പോയതാ. എൻ്റെ അടിവാരത്തിൽ വരെ കയറാൻ വലിയ പ്രയാസമായിരുന്നു. ഭയങ്കര ഉയർന്ന മലയാണ്. കാരണം ഞങ്ങൾ കുറച്ച് കയറി കേബിൾ കാർ വഴി തിരിച്ചു പോകുന്നു. അത് തന്നെ പകുതി പോലും എത്തിയിട്ടില്ല. അതിൻ്റെ മുകളിലും കണ്ട അത് വലിയ പ്രയാസമാണ് കയറാൻ. അപ്പോൾ അവിടുന്ന് താഴെ ഇറങ്ങി വരാൻ ഒത്തിരി സമയമെടുക്കും. സ്തോത്രം. പിടികിട്ടിയോ? ഈ പട്ടണത്തിൽ വരാൻ സമയമെടുക്കും. എരികോയിലൊക്കെ ഇറങ്ങി വരാൻ സമയമെടുക്കും. യഹൂദിലേക്ക് പോകാൻ സമയമെടുക്കും. അതുകൊണ്ട് സാത്താൻ പറയുക, ദേണ്ട കല്ല് പോലെ, ദോശ പോലത്തെ കല്ല് കിടക്കുന്നു. അതുകൊണ്ട് ഇഡലിയുടെ ഷേപ്പിലുള്ള കല്ല് കിടക്കുന്നു. എൻ്റെ അമ്മയോട് ഇപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇഡലി ഉണ്ടാക്കുമ്പോൾ ഈ മുരിക്കെന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ഇലയായിരുന്നു ഈ ഇഡലി തട്ടിൻ്റെ അകത്ത് വെച്ചിരുന്നത്. അതിങ്ങനെ ഈ മാവ് ഒഴിക്കുമ്പോൾ അതിന് ഇച്ചിരി കട്ടികളുണ്ട്. ഒന്ന് ചുരുങ്ങുമ്പോൾ അതിന് നോർമലി റൗണ്ട് ഷേപ്പല്ല, മറ്റൊരു ഷേപ്പാണ്, ഒരു ഫ്ലവർ പോലത്തെ ഒരു ഷേപ്പാണ്. അതുപോലത്തെയൊക്കെ കല്ല് അവിടെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ദോശ പോലത്തെ കല്ല് കിടപ്പുണ്ട്. അത് കാണിച്ചേച്ച് പിശാച് പറയുക, നീ ഇതിനോടൊന്ന് അപ്പമായി തീരാൻ കൽപ്പിച്ചാൽ ഡിം അപ്പമായി ഇവിടെ നിന്ന് അങ്ങ് ഭക്ഷിക്കത്തില്ലേ? ആമേൻ. ഉപവാസം കഴിഞ്ഞു, പർപ്പസ് കഴിഞ്ഞു. എന്നിട്ടും യേശു പറയുക, നീ അതെന്നോട് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ കൽപ്പിച്ചിട്ട് ഇത് അപ്പമായാൽ നിന്നെ അനുസരിച്ചു എന്ന് വരും. അത് വേണ്ട. നിന്നെ അനുസരിച്ചിട്ട് തീരുന്ന വിശപ്പൊന്നും തീരണ്ട. സോറി. രാവിലെ ഞാൻ പറഞ്ഞു മസ്കാര, ഐലാഷ്, കൺമഷി, അത് ഫൗണ്ടേഷൻ, ഇത് എന്തിനാണ് ആ ചോദ്യം? ഇടുന്നില്ല എന്നുള്ള വിഷയം. ഫോർ വാട്ട് പർപ്പസ്? നിന്റെ വിശപ്പ് നീ എങ്ങനെ അടക്കുന്നേ? പിശാചിനെ അനുസരിച്ചാണോ ദൈവത്തെ അനുസരിച്ചാണോ? എൻ്റെ പൊന്നെ, എസ്തേറിനെ 1 വർഷം മുഴുവൻ സൗന്ദര്യ വർധനവ് വരുത്തി എന്നല്ലേ പുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം പെൺകുട്ടികൾ ബ്യൂട്ടിഫൈ ചെയ്യപ്പെടുന്നതിലെതിരാണോ? അല്ലെന്നേ. വചനത്തിൻ്റെ നല്ല ബാലൻസിലേക്ക് വന്ന നല്ല രസമാണ്. പുരോഹിതനാകുന്ന അഹരോന്റെ മഹത്വത്തിനും സൗന്ദര്യത്തിനുമായി ടൈലർ മെയ്ഡ് ബൈ ഗോഡ്. എന്നോർത്ത് നോക്കിയേ. അപ്പോൾ കർത്താവിന് ബ്രാൻഡ് ഇഷ്ടമല്ലേ? കർത്താവിന് ഫാഷൻ ഇഷ്ടമല്ലേ? കർത്താവിന് ടൈലർ മെയ്ഡ് ഇഷ്ടമല്ലേ? നന്നേ. പക്ഷെ വിഷയം എന്താ? അഹരോന്റെ മഹത്വം കിട്ടുമ്പോൾ, അഹരോന്റെ സൗന്ദര്യം വർദ്ധിക്കുമ്പോൾ, ഇറ്റ് ഗോസ് ടു ഗോഡ് ബിക്കോസ് ഹിസ് ഫോർഹെഡ്, അവൻ്റെ തിരുനെറ്റി പറയുന്ന യഹോവയ്ക്ക് വിശുദ്ധം, യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടത്. അപ്പോൾ ബ്യൂട്ടി ആർക്കാ പോകുന്നത്? ആ മഹത്വം ആർക്കാ പോകുന്നത്? ആ ആരാധന ആർക്കാ പോകുന്നത്? ആ തേജസ് ആർക്കാ പോകുന്നത്? പിടിയോ? നിന്റെ വിശപ്പടങ്ങുന്നു എന്നുള്ളതല്ല. ബിക്കോസ് ഓഫ് വാട്ട് റീസൺ? ഇന്റന്റ് എന്താന്നുള്ളതാണ്. ആമേൻ. ഇന്റന്റ് പൈശാചികമാണെങ്കിൽ എൻ്റെ വിശപ്പ് അങ്ങനെ അടങ്ങണ്ട. അതിൻ്റെ ഒരു ഉയർന്ന തലം യേശു പറയുക, നിങ്ങൾ പൊറോട്ട കൊണ്ടുവന്ന് ശരി, നിങ്ങൾ കപ്പ പിടിക്കുന്നത് കൊണ്ടുവന്ന് ശരി, പക്ഷേ എൻ്റെ ആ വിശപ്പ് ഓൾറെഡി അടങ്ങി. എനിക്കിപ്പോൾ വേറൊരു വിശപ്പുണ്ട്. അതെൻ്റെ കർത്താവ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. അത് പൂർത്തീകരിക്കുമ്പോൾ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ എൻ്റെ ശരീരത്തിൽ മാത്രമല്ല എൻ്റെ ആത്മാവിലും വരിക. നിങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ വിശപ്പോടെയാണ് കയറുന്നതെങ്കിലും ഒരു 2-3 മണിക്കൂർ ആരാധിച്ച് കഴിയുമ്പോൾ പിന്നെ വിശപ്പില്ല, പൈതാഹമില്ല. ശരിയല്ലേ? പിന്നെ നിങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും ഒരു ഭാരമില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയാണ്. അങ്ങനത്തെ ഒരു സംതൃപ്തി ഉണ്ട്. അത് ലഭിക്കാൻ വേണ്ടി എപ്പോഴും ആഗ്രഹിക്കണം. യേശു പറഞ്ഞു, ഇതല്ല, മറ്റൊരു വിശപ്പ് എനിക്കുണ്ട്. ഈ വിശപ്പ് തീർന്നു. ആ വിശപ്പ് ആത്മാക്കൾ നേടുന്നതാണ്, ദൈവേഷ്ടം നടപ്പിലാകുന്നതാണ്. അതാണ് എൻ്റെ ഹങ്കർ. ഇനിയും വായിച്ചേ.
അതിന് അവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിക്കുവാൻ എനിക്കുണ്ട് എന്ന് അവൻ അതെന്താ? ശമര്യക്കാര് ഒരുങ്ങുന്നത് യേശു ആത്മാവിൽ കണ്ടു. ശമര്യക്കാര് ചെരുപ്പിടുന്നത് കണ്ടു. ഇതുവരെയും സുവിശേഷം കേൾക്കാത്തവർ ശമര്യക്കാരുടെ വാക്ക് കേട്ട് തൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നത്, ഒരു പട്ടണം മുഴുവനും വരുന്നത് യേശു കണ്ടിട്ട് പറയുക, എനിക്ക് ആഹാരം വരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ കൂടെ ഒരു ദൈവമില്ലാത്തവനെ, ഒരു ദൈവകൃപ ഇല്ലാത്തവനെ കണ്ടാൽ അവനെ പാപിയായി എണ്ണുന്നതിന് മുൻപ് അവരെ നിങ്ങൾ കർത്താവിൻ്റെ ഹിതമായി എണ്ണണം. അവനെ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യിപ്പിച്ച ദൈവം അറിയുന്നു നിങ്ങൾ മുഖാന്തരം അവൻ കർത്താവിലേക്ക് വരുമെന്ന്. നരകത്തെ കൊള്ള ചെയ്ത് സ്വർഗത്തെ നിറയ്ക്കാൻ ദൈവം നിങ്ങളെ ക്രിസ്തുവിൽ വിളിച്ചിരിക്കുകയാണ്. ഹെർമോന്യ പർവ്വതമുകളിൽ ദൈവപുത്രന്മാർ ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യമുള്ള മനുഷ്യരെ പാപികളാക്കാൻ തീരുമാനിച്ചു. അതിന് 1ാം ക്ലാസ് മുതൽ, നഴ്സറി മുതൽ, പിന്നെന്തുവാ താഴത്തെ കശു മുതൽ അങ്ങ് മുകളിലോട്ട് PhD വരെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. തെറ്റായ സംസ്കാരം പുലർത്താൻ തീരുമാനിച്ചു. സ്തോത്രം. തെറ്റായ ചിന്തകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതേ പർവ്വതത്തിലുകൊണ്ട് യേശു ശിഷ്യന്മാരോട് പറയുക, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ഞാൻ നിങ്ങളെ ഇപ്പോൾ അയക്കുക, ഞാൻ കമ്മീഷൻ ചെയ്യാൻ പോവുക. ആകയാൽ നിങ്ങൾ പുറപ്പെടുക. എന്താ ആകയാൽ നിങ്ങൾ പുറപ്പെടുക? നിങ്ങൾ പോയാൽ സക്സസ് ആയിരിക്കും. എന്താ കാര്യം? ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പഠിപ്പിക്കലിൽ, നിങ്ങൾ അത് രക്ഷയിലേക്ക് അവരെ നയിക്കുമ്പോൾ, നിങ്ങൾ സ്നാനപ്പെടുത്തുമ്പോൾ, നിങ്ങൾ അവരെ നിങ്ങളുടെ ശിഷ്യരാക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. You are under the authority of the Yeshua. നിങ്ങൾ യേശുവയുടെ അധികാരത്തിന് കീഴിലാണ്. Praise God. യേശു അതിന് ഒത്തിരി മുമ്പ് പറയുക, തല ഉയർത്തി നോക്കിയാൽ വേറെ ആഹാരമുണ്ട്. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തിയെ തികയ്ക്കുന്നത്, എന്നിലുള്ള അവന്റെ പ്രവൃത്തിയെ അവന്റെ ഇഷ്ടം പോലെ തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. ആമേൻ. അങ്ങനെ ഒരു വിശപ്പ്, അങ്ങനെ ഒരു ആഹാരം. വായിച്ചേ. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? മതം പറയുന്നു, നിങ്ങളുടെ പ്രൊഫഷൻ പറയുന്നു, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയുന്നു ഇനി സമയമുണ്ടല്ലോ, അല്പം കൂടി സമയമുണ്ടല്ലോ, അല്പം കൂടി കഴിയട്ടെ എന്ന് നിങ്ങൾ പറയുന്നു. നോ, അങ്ങനെയല്ല ദൈവവചനം പഠിപ്പിക്കുന്നു. 4 മാസം കൂടി ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ, എന്നാൽ നിങ്ങൾ ആത്മാവിൽ ഒന്ന് നോക്കണം. എങ്ങനെ നോക്കണം? തല ഉയർത്തി നോക്കണം. സ്തോത്രം, 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 സ്തോത്രം. യോശുവ യുദ്ധത്തിൻ്റെ തലരാത്രിയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. തലയൊന്ന് ഉയർത്തി നോക്കി, ഒരു പിടിയും കിട്ടുന്നില്ല. അദ്ദേഹം ചോദിക്കുക, നീ ആരുടെ പക്ഷക്കാരൻ? ഞങ്ങളുടെ പക്ഷക്കാരനോ? യോശുവ എന്ന കമാൻഡർ ഇൻ ചീഫിനെ അറിയത്തില്ലെന്ന്, എൻ്റെ പടയാളികളെ അറിയത്തില്ലെന്ന് ലക്ഷക്കണക്കിനുണ്ട്. ആർ യു ഓഫ് അവർ സൈഡ് ഓർ ഓഫ് ദ ഓപ്പോസിറ്റ്? എനിമി സൈഡാണോ, പ്രതിപക്ഷമാണോ? ദൂതൻ്റെ മറുപടി, നിനക്ക് മനസ്സിലായില്ല, ഞാൻ പ്രതിപക്ഷമല്ല, നിന്റെ പക്ഷമല്ല, ഞാൻ കർത്താവിൻ്റെ പക്ഷമാണ്. ഗ്ലോറി, ആമേൻ. നിനക്കൊരു ദൂതുമായിട്ട് വന്നിരിക്കുകയാണ്. അബ്രഹാം ലോത്ത് പോയത് കണ്ട് ആയോ എനിക്കറിയത്തില്ല, അല്പം നീരസപ്പെട്ടോ എനിക്കറിയത്തില്ല. കാര്യം നീരോട്ടമുള്ളതെല്ലാം ലോത്ത് കൊണ്ടുപോയി. ദൈവം പറയും, നീ തല ഉയർത്തി നോക്കുക, നീ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് തരും. സ്തോത്രം, സ്തോത്രം. തല താഴ്ത്തി നോക്കുമ്പോൾ മെറ്റീരിയൽ വേൾഡ് മാത്രമേ കാണത്തുള്ളൂ, ഭൗതികം മാത്രമേ കാണത്തുള്ളൂ, നിനക്ക് വേണ്ടത് മാത്രമേ കാണത്തുള്ളൂ. തല ഉയർത്തി നോക്കിയാലോ നിന്റെ അകത്തുള്ള ദൈവത്തിൻ്റെ ദൃഷ്ടി നിനക്കുണ്ടാകും. നിന്റെ അകത്തുള്ള ദൈവത്തിന് വേണ്ടത് നീ കാണും. ദൈവദൃഷ്ടിയിൽ നിനക്ക് കാര്യങ്ങൾ കാണുവാൻ കഴിയും. തല ഉയർത്തിപ്പിടിച്ചാൽ 4 മാസം കഴിഞ്ഞു വരേണ്ടത് ഇപ്പോഴേ വരും. എനിക്കറിയാം, ആമീൻ വളരെ കുറവാണ്. ചിലവരൊക്കെ എന്നാൽ അകത്ത് സൈലൻസർ വെച്ചൊരു ആമീൻ പറഞ്ഞിട്ടുണ്ട്. ഇതേ ദൂത് നിങ്ങളുടെ ഭയങ്കര ആമീനിലേക്ക് തിരിക്കാൻ ഒറ്റ കാര്യം മതി, ഈ ആത്മീകമായത് ഭൗതികമാക്കിയാൽ മതി. 4 മാസം കഴിഞ്ഞു വരേണ്ട പ്രൊമോഷൻ വിശ്വസിക്കുന്ന നിനക്ക് ഇന്ന് വരുന്നത് പറഞ്ഞാൽ വലിയ ആമീനുണ്ടാവും. അത് ദൂത് കറക്റ്റ്, അത് ദൂത് തെറ്റല്ല, ദൂതിൻ്റെ മെറ്റീരിയൽ സൈഡാണ്. എന്നാൽ ദൂതിൻ്റെ സ്പിരിച്വൽ സൈഡ് എന്താ? 4 മാസം കഴിഞ്ഞ് നിന്നിൽ കൂടി രക്ഷിക്കപ്പെടേണ്ട ഒരാത്മാവ് ഇന്ന് നീ ഈ പടി ഇറങ്ങുമ്പോൾ അവനെ കണ്ടുമുട്ടും. നീ സുവിശേഷം പറഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്.
നിങ്ങളുടെ ഒരു ഭൗതിക നന്മയ്ക്കും തടസ്സം നിൽക്കുന്ന ആളല്ല ഞാൻ. ഐ ആം നോട്ട് ആസ് സച്ച്. ഞാൻ മെറ്റീരിയൽ വേൾഡിന് അഗൻസ്റ്റ് അല്ല. ഞാനും മെറ്റീരിയൽ വേൾഡിലാണ് ജീവിക്കുന്നത്. എനിക്ക് ഈ കണ്ണാടി ഇല്ലാതെ, മൈക്കില്ലാതെ, ഗഡ്ജറ്റ് ഇല്ലാതെ, കോട്ടില്ലാതെ, സൂട്ടില്ലാതെ എന്തെങ്കിലും ധരിക്കണ്ടാവും. ഇല്ലാതെ ഇങ്ങോട്ട് വരാനൊക്കത്തില്ല. സ്തോത്രം. എന്നാൽ അതല്ല വിഷയം. ദൈവം ആത്മീകനാണ്. ദൈവം മെറ്റീരിയൽ വേൾഡ് ഉണ്ടാക്കിയാലും അവൻ ആത്മമണ്ഡലത്തിൽ അത് വാഴുന്നവനാണ്. തല ഉയർത്തിപ്പിടിച്ച് നോക്കിക്കേ. നിന്റെ പ്രാർത്ഥനയിൽ കൂടി രക്ഷിക്കപ്പെടേണ്ടവരെ നിനക്ക് കാഴ്ചയിൽ കാണാൻ കഴിയും. നീ സുവിശേഷം പറഞ്ഞ രക്ഷയിലേക്ക് നയിക്കേണ്ടവരെ നിനക്ക് ആത്മാവിൽ കാണാൻ കഴിയും. അത് നിന്റെ വീട്ടിലുണ്ട്, നിന്റെ മുറിയിൽ ഒരുപക്ഷെ കാണും, നിന്റെ ബിൽഡിങ്ങിൽ കാണും, നിന്റെ ജോലി സ്ഥലത്ത് കാണും, നിന്റെ കാറിൽ, നിന്റെ ട്രെയിനിൽ, ബസ്സിൽ യാത്ര ചെയ്യുന്നവരായിരിക്കും. നിന്റെ വീട്ടിലവരുണ്ട്, നിന്റെ കൂട്ടുകാരുടെ ലിസ്റ്റിൽ അവരുണ്ട്. അവർ നശിച്ചു പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു അമ്മാമ്മയെ കുറിച്ച്, വസ്തു തിരികെ കിട്ടിയ അമ്മാമ്മയെ കുറിച്ച് പറഞ്ഞില്ലേ. എന്നോട് എൻ്റെ ഒരു ബ്രദർ പറയാ, എൻ്റെ ജെയിംസ് അമ്മാമ്മ എന്തിനും തയ്യാറായി നിൽക്കുക. ഇനി സുവിശേഷമൊന്നും പറയണ്ട, അമ്മാവ റെഡിയാ. പ്രൈസ് ഗാഡ്. നീ പിടിയോ? കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അനങ്ങാമ്പാറ പോലിരിക്കുന്ന ഒരു കാര്യത്തിന് ഒരത്ഭുതം ചെയ്യുമ്പോൾ ഭയങ്കര വിശ്വാസമാണ്. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ എന്തിനാ കർത്താവ് നൽകിയിരിക്കുന്നത്? നിങ്ങളുടെ അവിശ്വാസ മണ്ഡലം ഉടഞ്ഞു മാറി നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ കൈവെക്കാതിരിക്കരുത്, അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കരുത്, അതുകൊണ്ട് യേശുവിൻ നാമം ഉപയോഗിക്കാതിരിക്കരുത്. ഒരു ക്യാൻസർ സൗഖ്യമായാൽ മതി, ആ ആളിൽ ദൈവവിശ്വാസം വർദ്ധിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് അത് വരാത്തത്, നിങ്ങൾ ധൈര്യം കാണിക്കാത്തത് കൊണ്ടാണ്. ഇന്നലെ നോട്ടിങ്ങാമിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്ന ആരെങ്കിലും, എനിക്ക് തമ്പിച്ച് വന്നിട്ടില്ല. ഇന്നലെ ഉഷാമ്മ പനിയോടെയാണ് ഞങ്ങളെ ശുശ്രൂഷിക്കുന്നത്. പനിയാ പാസ്റ്റർ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ മുന്നേ വന്നു. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഉടനെ പറഞ്ഞു, പാസ്റ്റർ പനി മാറിയെന്ന് പറഞ്ഞു. തുടർന്ന് ഞങ്ങളെ ശുശ്രൂഷിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. കർത്താവിന് നിങ്ങളിൽ കൂടി സൗഖ്യത്തെ പകരാൻ കഴിയും. കാരണം ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഒരു കൊയ്ത്തിന് വേണ്ടിയാണ്. ഒരാത്മാവ് പിശാചിനാൽ പിടിക്കപ്പെട്ട, അതെ, ദൈവപുത്രന്മാരാൽ വീണുപോയ ദൈവപുത്രന്മാരാൽ പിടിക്കപ്പെട്ട, അതെ, ദൈവമക്കളെ ദൈവസ്വരൂപത്തിലേക്ക് യേശു മുഖാന്തരം മടക്കി വരുത്താനാണ് ഈ അത്ഭുതം, ഈ അടയാളം, ഈ വീര്യപ്രവൃത്തി. അത് നമ്മുടെ അവകാശമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അപ്പോൾ തന്നെ ചിലരുടെ പ്രശ്നം, എനിക്ക് ഇടയ്ക്കൊക്കെ പ്രശ്നം വരാറുണ്ട്. കർത്താവേ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നു, ഇത്രയും കാര്യങ്ങൾ, അത്ഭുതങ്ങൾ എൻ്റെ കയ്യാൽ അങ്ങയുടെ നാമനിമിത്തം നടക്കുന്നു. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ. ഇങ്ങനെ ആരും ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ. സ്തോത്രം, സ്തോത്രം. ആമേൻ, ഗ്ലോറി. അതെന്തിനാണെന്നറിയാമോ? നീ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരിക്കലും അത്ഭുതം ചെയ്യാതെ പോകത്തില്ല. അത്ഭുതം ചെയ്യും. എന്നാൽ നീ പരുവപ്പെടേണ്ട കുറേ ഏറിയാസ് ഉണ്ട്. നീ സ്തോത്രം അധികമാക്കേണ്ടതുണ്ട്, സ്തുതി അധികമാക്കേണ്ടതുണ്ട്, നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, നിന്നിൽ കൂടി കൃപ ഒഴുകേണ്ടതുണ്ട്. നിന്നിൽ ഒരു സൗഖ്യമല്ല, സൗഖ്യത്തിൻ്റെ നദികൾ ഒഴുകേണ്ടതുണ്ട്. ഗ്ലോറി, ഗ്ലോറി. ഓ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അതിന് കർത്താവ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നീ ആ ഉറവയെന്ന് അനുവദിച്ച് അത് നിന്നെയും സൗഖ്യമാക്കും, നിന്നിൽ കൂടി ആയിരങ്ങളെ സൗഖ്യമാക്കും. നീയും വിടുവിക്കപ്പെടും, നിന്നിൽ കൂടി 10,000 വിടുവിക്കപ്പെടും. എന്താ? പൊതുപ്രയോജനത്തിന് മാത്രമല്ല, നിനക്കും കൂടെ പ്രയോജനം ഉണ്ടാകാനാ ദൈവാത്മാവ് നിന്റെ അകത്ത് വന്നിരിക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. കൊയ്ത്ത് പ്രാധാന്യമുള്ളതാണ്, കൊയ്ത്ത് പ്രാധാന്യമുള്ളതാണ്. കൊയ്ത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്. വായിച്ചാട്ടെ. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. ചില കൊയ്ത്തിന്റെ ചില ഫോർമുല ശ്രദ്ധിക്കുക. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും. വിതയ്ക്കുന്നവനല്ല മിക്കവാറും കൊയ്യുന്നത്, കൊയ്യുന്നവരല്ല മിക്കവാറും വിതയ്ക്കുന്നത്, അല്ലേ? നമ്മൾ പലപ്പോഴും കംപ്ലൈൻറ്റ് പറയാറുണ്ട്, കർത്താവ് പ്രാർത്ഥിക്കാത്തവനാ അത് കിട്ടി, കർത്താവിന് വേണ്ടി ജീവിക്കാത്തവൻ ഇത് കിട്ടി. എനിക്കെന്താ? ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ വിതയ്ക്കുന്നു, പക്ഷെ എനിക്കെന്താ കിട്ടാതെ? വിതയ്ക്കുന്നവൻ കൊയ്യണമെന്നില്ല, കൊയ്യേണ്ടവൻ വിതയ്ക്കണമെന്നുമില്ല. അത് ഒരു ഫോർമുലയാണ്, അല്ലെങ്കിൽ ഒരു തലമാണ്. എന്നാൽ ഇവിടെ പറയുന്നു, വിതയ്ക്കുന്നവനും പ്രതിഫലമുണ്ട്,
കൊയ്യുന്നവനും പ്രതിഫലമുണ്ട്. അപ്പം നമ്മുടെ ഒരു ടീം എല്ലാ ഉച്ചയ്ക്കും 2-3 പേരെ കാണത്തുള്ളൂ. നേരത്തെ 5-6 പേരുണ്ടായിരുന്നു. ഇപ്പം ആരും അവർക്ക് സഹായകരായി നിൽക്കുന്നില്ല. അവരെ ലജ്ജിപ്പിക്കരുത്, അവരുടെ കൂടെ പോയി നിൽക്കണം. ഇങ്ങനെ കൊടുക്കുമ്പോൾ ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. നിന്റെ പരിപാടി അന്നേരം കഴിഞ്ഞു. നീ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് പ്രതിഫലം നിശ്ചയമുണ്ടാകും. നിങ്ങൾ നിൽക്കാൻ തയ്യാറാകണം. നമ്മുടെ സഹോദരങ്ങളുടെ കൂടെ അവിടെ സ്ട്രീറ്റിൽ നിൽക്കാൻ തയ്യാറാകണം. ഒരു ആഴ്ച നിൽക്കാൻ തയ്യാറാകണം. നിന്റെ അവകാശമാണത്. നീ അപ്പോസ്തലനായതുകൊണ്ടല്ല, സുവിശേഷകനായതുകൊണ്ടല്ല, നീ മകനായതുകൊണ്ട്, അപ്പൻ്റെ ഇഷ്ടം ചെയ്ത് വേല തികയ്ക്കുന്ന മകനായതുകൊണ്ട് നീ നിൽക്കാൻ തയ്യാറാകണം. വായിച്ചേ സിസ്റ്റർ, വായിച്ചേ. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ല് ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. വിതയ്ക്കുന്ന ഒരുവൻ കൊയ്യുന്ന മറ്റൊരുത്തൻ എന്നൊരു പഴഞ്ചൊല്ല് ഒത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് വിരോധമായ കർത്താവ് പറയാൻ പോകുന്നത് എന്താ? അത് നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ, നിങ്ങൾ വിതച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആദം മുതൽ ഇങ്ങോട്ട് സ്നാപക യോഹന്നാൻ വരെ വിതച്ചത് അപ്പോസ്തലന്മാരെ, ശിഷ്യന്മാരെ, എൻ്റെ മക്കളെ, നിങ്ങൾ കൊയ്യാൻ പോവുകയാണ്. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ ഇത് പറഞ്ഞു. പഴയ നിയമത്തിൽ എങ്ങും വാസ്തവത്തിൽ സുവിശേഷം പറഞ്ഞായിട്ട് കാണുന്നില്ല. അല്ല, ദൈവം നല്ലവനാണെന്ന്, അതുകൊണ്ട് നിന്റെ ജാതിയിൽ നിന്നുള്ളവരെല്ലാം ഇങ്ങോട്ട് വരട്ടെ എന്ന് യഹൂദന്മാർ പറഞ്ഞായിട്ട് കാണുന്നതില്ല. ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല. പിന്നെ ഇടയ്ക്ക് വല്ലവരും, ഒരു റൂത്ത്, 1-2 പേര് വന്നെങ്കിലേ ഉള്ളൂ, അല്ല ആരും വന്നിട്ടില്ല. അവർക്ക് മുഴുവനും തടയപ്പെട്ട ഒരു വെളിപ്പാട് യേശു കർത്താവ് അധികാരം കൈമാറുകയാണ്. നിങ്ങൾ പോകുവിൻ, സകല ജാതികളുടെ അടുക്കിലേക്ക് പോകുവിൻ. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നേ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 8-9. വാങ്ങിയപ്പോൾ 4 ജീവികൾ, ജീവന്റെ പുസ്തകം വാങ്ങിയപ്പോൾ, എഴുത്തുള്ള പുസ്തകം വാങ്ങിയപ്പോൾ അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. 4-ാം അധ്യായത്തിൽ ഒരു വർഷിപ്പ് കാണുന്നു, 5-ാം അധ്യായത്തിൽ മറ്റൊരു വർഷിപ്പ് കാണുന്നു. രണ്ടിനും 2 പർപ്പസാണ്, രണ്ടിനും 2 ഇൻറ്റൻഷനാണ്. ഇവിടുത്തെ ഇൻറ്റൻഷൻ ശ്രദ്ധിക്കൂ. പുസ്തകം വാങ്ങിയപ്പോൾ, പുസ്തകം വാങ്ങാൻ യോഗ്യനെന്ന് കണ്ടപ്പോഴാ വീഴുന്നത്. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. യഹൂദന്മാർക്ക് മാത്രം യോഗ്യതയായിരുന്ന ഈ ദൈവമക്കൾ എന്ന പങ്ക് കർത്താവ് ഇപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. ആമേൻ. ഒരു കാലത്ത് എല്ലാവരും ദൈവമക്കളായിരുന്നു. ആദാം മുഖാന്തരം, നോഹ മുഖാന്തരം. പക്ഷെ ജനം കർത്താവിനെ കൈവിട്ടപ്പോൾ വെള്ളപ്പൊക്കത്തിലൂടെ കർത്താവ് കുറച്ചുപേരെ നശിപ്പിച്ചു. അതിനുശേഷവും കർത്താവ് പല നിലയിൽ നശിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ മെസപ്പൊത്തോമിയയിൽ നിന്ന് അബ്രഹാം എന്ന ഒരുവനെ വിളിക്കുകയാണ്. ഇത് പറയാം, നിന്റെ സന്തതിയിൽ. പൗലോസ് അത് പറയുന്നു, ഇസ്ഹാക്കല്ല സന്തതി, ക്രിസ്തുവ സന്തതി. നിന്റെ സന്തതിയിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു നല്ല പാത്രം, അതിൽ നിന്ന് എല്ലാവരിലേക്ക് ഒഴുകുക. അതാ കർത്താവ് ആഗ്രഹിച്ചത്. പക്ഷേ ദൈവമക്കളെന്ന് പറയുന്ന യഹൂദന്മാരാണ് ദൈവമകനാകുന്ന യേശുവിനെ ക്രൂശിച്ചത്. അപ്പോൾ അതും മനുഷ്യർ പരാജയപ്പെടുത്തി. ദൈവം പരാജയപ്പെട്ടൊന്നുമല്ല. ഇപ്പോൾ ഇതാ പെന്തക്കോസ്റ്റിൽ എന്താ സംഭവിക്കുന്നത്? എല്ലാവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കർത്താവ് നൽകുകയാണ്. ആമേൻ. It's already 45. I have something to demonstrate, but I don't think that it will work today because it's already 15 മിനിറ്റേ ഉള്ളൂ. യഹൂദന്മാർക്ക് മാത്രം കൈവശമായിരുന്ന ഈ ദൈവകൃപ, ഈ സുവിശേഷം, ഈ ദൈവമക്കളാകാൻ അവകാശം കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമാണ് സകലരിലേക്കും അയച്ചത്. സ്തോത്രം, സ്തോത്രം. ഹെർമോൻ മലമുകളിൽ ഉടമ്പടി എടുത്ത ദൈവപുത്രന്മാർ പ്രധാനിയായ അസസ്സേലിൻ്റെ യോഗ്യതയാ ദൈവം എല്ലാ ഉപദേഷ്ടകന്മാർക്കും കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ദൈവരാജ്യം പഠിപ്പിക്കുക, എന്നിട്ട് ശിഷ്യന്മാരാക്കുക,
എന്നിട്ട് അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനപ്പെടുത്തുക. അല്ലെ സ്നാനപ്പെടുത്തി അവരെ ശിഷ്യന്മാരാക്കി പഠിപ്പിക്കുക. അല്ലെ പഠിപ്പിച്ച് ശിഷ്യന്മാരാക്കി സ്നാനപ്പെടുത്തുക. അല്ലെ പഠിപ്പിച്ച് സ്നാനപ്പെടുത്തി ശിഷ്യന്മാരാക്കോ. വാട്ട് എവർ വെയിറ്റ് മേ ബി. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള പങ്കാണ്. കർത്താവേ, ഞാൻ എന്ത് പഠിപ്പിക്കണം? എനിക്ക് തിയോളജി അറിയത്തില്ലല്ലോ. കർത്താവിന് ഒരു ശിഷ്യനും തിയോളജി അറിയത്തില്ലായിരുന്നു. കർത്താവ് എനിക്ക് ഒന്നും അറിയത്തില്ല പ്രശ്നം കേട്ടോ. ഒന്നും അറിയത്തില്ല, വലിയ പ്രശ്നം. ഗ്ലോറി. നിങ്ങൾ ഇവിടുന്ന് കേൾക്കുന്നങ്ങ് പറഞ്ഞാൽ മതി. വീക്കിലി വിസ്റ്റം പോലെ 2 പോയിന്റ് പറഞ്ഞാൽ മതി. ചൂതക്കട്ട് പോലെ എന്താണ് പ്രസംഗിക്കപ്പെടുന്നതിന് അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ മതി. ഇത് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടതാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. അതിനായി ഞാൻ നിങ്ങളിൽ നിന്നൊരു സമർപ്പണം ആഗ്രഹിക്കുകയാണ്. ദൈവസേനയിൽ നാം ചെല്ലുമ്പോൾ ഒരിക്കലും വെറും കൈയായി ചെല്ലുവാൻ പാടില്ല. കൊയ്ത്ത് കഴിയാറായി, ഫലശേഖരം കഴിയാറായി. ശാവൂത്ത് കൊയ്ത്തിന്റെ ഉത്സവമാണ്, സകലവിധ കൊയ്ത്തിന്റെ ഉത്സവം. ദ ഹാർവസ്റ്റ്, ദ ഗ്രേറ്റ് ഹാർവസ്റ്റ്, അല്ലെങ്കിൽ ഹാർവസ്റ്റ് ഓഫ് ദ ഹാർവസ്റ്റ് എന്ന് പറയാം. അത് കഴിഞ്ഞ് പിന്നെ കൊയ്ത്തില്ല, പിന്നെയും വിതയാ. അന്ന് ബാർലി മാത്രമല്ല, യവം മാത്രമല്ല, എല്ലാവിധ ധാന്യവും വരികയാണ്. എന്നിട്ട് ദിവസത്തിൽ കൊണ്ട് നീരാജനം ചെയ്യുകയാണ്. പെന്തക്കോസ്തിൽ സംഭവിച്ചത് അതാണ് അപ്പോസ്തലന്മാർ ശിഷ്യന്മാർ കൈമാറി. അതാണ് ശിഷ്യന്മാർ പിതാക്കന്മാർ കൈമാറി. അതാണ് പിതാക്കന്മാർ കഴിഞ്ഞ 2000 വർഷമായി തലമുറയായി കൈമാറി വന്നത്. അതാണ് നമ്മളോട് ദൂഷണം പറഞ്ഞത്, നമ്മുടെ മേൽ കൈമാറിയത്. അതാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളെ പിന്നെയും ഓർപ്പിച്ച് ഉണർത്തുന്നത്. ഇന്ന് മുതൽ മുന്നോട്ട് നമ്മൾ അടുത്ത കോൺഗ്രിഗേഷനിൽ കൂടുവോളും നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ള ധൈര്യം വെച്ച്, ഉള്ള ദൈവകൃപ വെച്ച് കർത്താവ് സ്നേഹിക്കുന്നു എന്ന് പറയുക. കാണുന്നവരോട് പറയാതിരിക്കരുത്. അവർ രക്ഷിക്കപ്പെടാതിരിക്കോ, അത് നിങ്ങളുടെ പദ്ധതിയല്ല. ഒരാളെ മാനസാന്തരപ്പെടുത്താൻ നിങ്ങൾ കഴിയത്തില്ല, പക്ഷെ നിങ്ങൾ പറയണം. നിങ്ങൾ പറയുമോ? ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് കർത്താവിന് ഭാഗം സമർപ്പിച്ചാൽ, കർത്താവേ, എനിക്ക് വേണ്ട പോലെ ഇതിൽ പ്രാഗൽഭ്യമൊന്നുമില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, ബട്ട് ലെറ്റ് മീ, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്, ഐ ആം ഡിസയറിംഗ് ലോർഡ്, ലെറ്റ് മീ നോ what to do, let me have the impulses. കർത്താവിനെ സഹായിക്കണമേ. വർഷിപ്പ് ചെയ്യുമ്പോൾ, നിങ്ങൾ ലീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, സമർപ്പിക്കുക.